കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മാറാടി പഞ്ചായത്തിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതി നാടിന് സമർപ്പിച്ചു. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹായത്തോടെ 30 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹായത്തോടെ മാറാടി പഞ്ചായത്തിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രമായ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ സന്തോഷമുണ്ട്. ഏറ്റവും അനിവാര്യമായ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ പദ്ധതിയാണ് നമുക്ക് അറിയാവുന്ന പോലെ ടേക്ക് എ ബ്രേക്ക്. അത് മാറാടി പഞ്ചായത്തിലെ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത്, ഏറ്റവും മനോഹരമായ സ്ഥലത്ത് ആണിത് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ കാണുന്നതല്ല, ഇതിൻ്റെ പണികൾ മുഴുവനായും പൂർത്തീകരിക്കുന്ന ഇതിൻ്റെ ഘടക പദ്ധതികൾ കൂടി വരുന്ന മുറയ്ക്ക് ഇത് ഏറ്റവും മനോഹരമായ കണ്ണായ സ്ഥലത്ത് കാണാൻ കഴിയുന്ന, ജനങ്ങൾക്ക് വളരെ ഒരു റിലാക്സ് ചെയ്ത് വിശ്രമിക്കാനൊക്കെ കഴിയുന്ന, ഇവിടെ വന്ന കുറച്ചു നേരം ഫ്രഷായി ഒരു കാപ്പിയൊക്കെ കുടിച്ച് പോകത്തക്ക രീതിയിലുള്ള സൗകര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ടേക്ക് എ ബ്രേക്കിൻ്റെ പണി ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ അത് പൂർത്തീകരിച്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അത് ഈ നാടിന് തന്നെ അഭിമാനമാകുന്ന തരത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ആദ്യഘട്ട പൈസ വെച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ ബാക്കി പൂർത്തീകരണം നടത്തിയാണ് ഈ ടേക്ക് എ ബ്രേക്കിൻ്റെ പ്രവർത്തനങ്ങൾ പണി ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വനിതാ സ്വയം തൊഴിൽ പദ്ധതി ആയ കഫേ, ആ കഫേ ഇവിടെ പറഞ്ഞ് അനുവദിക്കപ്പെട്ടത് ഇവിടെയാണ്, ഈ കഫറ്റേരിയയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MC റോഡിലൂടെ ദിവസേന സഞ്ചരിക്കുന്ന നൂറുകണക്കിന് യാത്രക്കാർക്ക് വിശ്രമത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും സൗകര്യമൊരുക്കുന്നതിനാണ് പദ്ധതി നടപ്പിലാക്കിയത്. മാലിന്യം കുന്നുകൂടി ദുർഗന്ധം വമിച്ചിരുന്ന ഉന്നക്കുപ്പയിലെ സ്ഥലമാണ് മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്ത ശേഷം ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രമായി മാറ്റിയത്. PWDയിൽ നിന്നും പഞ്ചായത്തിന് വിട്ടുകിട്ടിയ സ്ഥലത്ത് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹായത്തോടെ 30 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. വിശ്രമ കേന്ദ്രത്തിൽ ശുചിമുറി സൗകര്യങ്ങളും അതിനോട് ചേർന്ന് ഒരു കോഫി ഷോപ്പും ഒരുക്കിയിട്ടുണ്ട്. വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ സമീപത്തായി മാത്യു കുഴൽനാടൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു. കൂടാതെ ദീർഘദൂര യാത്രക്കാർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വിശാലമായ പാർക്കിംഗ് സൗകര്യവും, വയോജനങ്ങൾക്കായി വയോജന വിശ്രമ കേന്ദ്രവും, പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതിന് മുള കൊണ്ടുള്ള ചുറ്റുവേലിയും, നിലവിലുള്ള മരങ്ങൾ വെട്ടിമാറ്റാതെ തന്നെ കൂടുതൽ ഫലവൃക്ഷങ്ങളും തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുള്ള ഹാപ്പിനെസ് പാർക്കും ഉടൻ തന്നെ യാഥാർത്ഥ്യമാകും. മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ജിബി മണ്ണത്തൂക്കാരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP ജോളി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ജിജോ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ്, വാർഡ് മെമ്പർമാരായ ഷൈനി മുരളി, ഷിജി മനോജ്, സരള രാമൻ നായർ, രതീഷ് ചങ്ങാലുമറ്റം, സിജി ഷാമോൻ, ബിന്ദു ജോർജ്, ജെയ്സ് ജോൺ, കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ, കേരള കോൺഗ്രസ് നേതാക്കളായ ടോമി പാലമല, CP ജോയ്, BJP നേതാവ് സജിമോൻ, വനിതാ ബാങ്ക് പ്രസിഡന്റ് ഗ്രേസി ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഓരോ 50,000 രൂപയുടെ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഓരോ ഭാഗ്യശാലിക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു. ഈ ഓഫർ ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെ മാത്രം. ജേക്കോ ജുവൽസ്, തൊടുപുഴ.